ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് നിസ്മ. വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. വീഡിയോ കാണുന്നവരിൽ ഭൂരിഭാഗം പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഒരു ജോലിയോ അല്ലെങ്കിൽ തുടർ വിദ്യാഭ്യാസത്തിനൊക്കെ ആയിട്ട് പല ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരാറുണ്ടല്ലേ, ഇന്റർവ്യൂസ് ആയിട്ടോ എക്സാംസ് ആയിട്ടോ ഒക്കെ. അതേപോലെ തന്നെ നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് നടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ അത് റിസീവ് ചെയ്യാൻ റെഡി ആണോ എന്ന് യൂണിവേഴ്സ് നമ്മളെ ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന 5 സൈൻസ് ആണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 1. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ നേരിടുന്നത്. നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം പോസിറ്റിവിറ്റിയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മുന്നിൽ ഒരുപാട് തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും. ശരിയല്ലേ? എന്നോട് പലരും പറയാറുണ്ട്, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ട് മൈൻഡൊക്കെ സെറ്റാക്കി അതിനുവേണ്ടി ഇറങ്ങുമ്പോഴാണ് കൂടുതൽ നെഗറ്റീവ് സിറ്റുവേഷൻസ് വരുന്നതെന്ന്. അതോടെ അവരുടെ മനസ്സും അടുത്തു പോകും. പിന്നെ എന്തിനാ ഇങ്ങനെ പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുന്നത്, അതിൽ കാര്യമൊന്നുമില്ല എന്നൊക്കെ അവർ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിലേക്ക് നമ്മൾ എത്താൻ റെഡിയാണോ എന്ന് യൂണിവേഴ്സ് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇത്തരം സിറ്റുവേഷൻസിലൂടെ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കടമോ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബാധ്യതകളോ തീർക്കാനായിട്ട് 1,00,000 രൂപയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. നിങ്ങൾ അതിനായിട്ട് പോസിറ്റീവായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അതിനുവേണ്ടി ശ്രമിക്കുമ്പോഴായിരിക്കും മുന്നിൽ തുറന്നു എന്ന് വിചാരിക്കുന്ന വഴികളൊക്കെ അടയുന്നത്. അതായത് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ പണം ലഭിക്കാൻ സാധ്യതയുള്ള മറ്റു വഴികളോ ഒക്കെ ഇല്ലാതാവുന്നത്. അപ്പൊ നമുക്കുണ്ടാവുന്ന തോട്ട്സ് എന്തായിരിക്കും? ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഞാൻ ഇതിനോട് പുറകെ നടന്നിട്ട് കാര്യമില്ല, ഞാൻ ഇനി എന്ത് ചെയ്യും, ഈ പൈസ ഞാൻ എവിടെ നിന്ന് റെഡിയാക്കും, ഇത് കിട്ടിയില്ലെങ്കിൽ പ്രോബ്ലം ആവുമല്ലോ എന്നൊക്കെ വിചാരിക്കും. ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നാലെ ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വന്നുകൊണ്ടേയിരിക്കും. എല്ലാം കൂടി ആവുമ്പോൾ ആകെ മൊത്തത്തിൽ നെഗറ്റീവ് തോട്ട്സും ഫീലിങ്സും ഒക്കെ നിറഞ്ഞ മൈൻഡ് ഫുള്ള് നെഗറ്റീവായിട്ട് പോകും. ശരിയല്ലേ? നിങ്ങൾ ഇതുപോലുള്ള സിറ്റുവേഷൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലേ? പണത്തിന്റെ കേസിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. ഇത് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് എന്ത് പ്രോബ്ലം വന്നാലും രക്ഷിക്കാൻ ഒരാളുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾക്ക് പേടിയുണ്ടാവോ? ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് യൂണിവേഴ്സും. യൂണിവേഴ്സിന്റെ മേൽ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ശക്തിയാണോ ആ ശക്തിയുടെ മേൽ നിങ്ങൾക്ക് എത്ര വിശ്വാസമുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനും കൂടിയാണ് ഇത്തരം സിറ്റുവേഷൻസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വന്നാൽ എന്ത് ചെയ്യണം? നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടി പോസിറ്റീവായിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. നമ്മുടെ ആ വിശ്വാസവും നിശ്ചയദാർഢ്യവും നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും. അതിപ്പോൾ എത്ര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഒരുപാട് പ്രശസ്തരെ ലൈഫ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏത് മതഗ്രന്ഥങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇതിനുള്ള തെളിവുകൾ കാണാം. വഴിയൊന്നുമില്ല എന്ന് വിചാരിക്കുന്നിടത്ത് പൂർണ്ണമായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ വിശ്വസിക്കുക എന്നത് മാത്രമാണ് ഏക വഴി. ആ വിശ്വാസം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുകയും വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. 2. ഇമോഷണൽ ട്രിഗേഴ്സ് ഉണ്ടാവുന്നത്. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുമ്പോഴായിരിക്കും പണ്ട് നമുക്ക് സംഭവിച്ച തെറ്റുകളോ അല്ലെങ്കിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത സംഭവങ്ങളോ പേടികളോ ഒക്കെ മനസ്സിലേക്ക് വരുന്നത്. അത് നമ്മളെ പിന്നോട്ട് വലിക്കാൻ നോക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ഫേമസ് ആങ്കർ ആവണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് സ്റ്റേജ് ഫിയർ ഉള്ള ഒരു വ്യക്തിയാണ്. ഒപ്പം പാസ്റ്റിൽ ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങളും പല വ്യക്തികളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളിൽ ഈ ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പാസ്റ്റിൽ നമ്മൾ നേരിട്ടിട്ടുള്ള അപമാനങ്ങൾ, കളിയാക്കലുകൾ, കുറ്റപ്പെടുത്തലുകളൊക്കെ ആയിരിക്കും. ഒപ്പം നിങ്ങളുടെ സ്റ്റേജ് ഫിയറും. നിങ്ങൾ സ്റ്റേജിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കുകയോ അപമാനിക്കുകയോ എന്നൊക്കെയുള്ള പല പേടികളും മനസ്സിൽ തലപൊക്കാൻ തുടങ്ങും. ശരിയല്ലേ? നിങ്ങളുടെ പല ആഗ്രഹങ്ങളും വേണ്ടാന്ന് വെക്കുന്നതിന് പിന്നിൽ ഇത്തരം റീസൺസ് അല്ലേ ഉണ്ടാവാറുള്ളത്. ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സിനെ അല്ലെങ്കിൽ പേടികളെ അല്ലെങ്കിൽ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് അനുഭവങ്ങളെ ഒക്കെ നമ്മൾ ഓവർകം ചെയ്തോ എന്നറിയാനാണ്. അത്തരം നെഗറ്റീവ് ട്രിഗേഴ്സിനെ നമ്മൾ ഹീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ആഗ്രഹത്തിലോട്ട് എത്തിച്ചേരാൻ സാധിക്കില്ല. ഇനി ഒരു പക്ഷെ ആഗ്രഹം മാനിഫെസ്റ്റ് ആയി എന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ നിന്ന് തുടർന്ന് പോകാൻ സാധിക്കില്ല. അതൊരു പക്ഷെ നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്തെ അവസ്ഥയേക്കാൾ മോശം അവസ്ഥയിലേക്കായിരിക്കും നിങ്ങളെ കൊണ്ടെത്തിക്കുക. അതുകൊണ്ടാണ് യൂണിവേഴ്സ് നമുക്ക് ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്തുന്നത്. സോ ഈ ടെസ്റ്റ് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ഹീൽ ചെയ്യുന്നതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. 3. നിങ്ങൾക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയ ചിലത് നഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ കൂടെ വേണമെന്ന് തോന്നിയ ആളുകളാവാം, അല്ലെങ്കിൽ നേടണമെന്ന് തോന്നിയ ഏതെങ്കിലും കാര്യങ്ങളാവാം. അങ്ങനെ അതാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന എന്ത് വേണമെങ്കിലും ആവാം ഇതേപോലെ നഷ്ടപ്പെടുന്നത്. ഒരുപക്ഷെ അതിനേക്കാൾ മികച്ചതാവും യൂണിവേഴ്സ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് അതിനൊരു സ്പേസ് നിങ്ങളുടെ ലൈഫിൽ ഒരുക്കേണ്ടതുണ്ട്.
അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നഷ്ടമാകുന്നത്. പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടത് മാനിഫെസ്റ്റ് ആയി എന്ന് വിചാരിക്കുമ്പോൾ അത് നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആയത് ടെമ്പററി ആയിട്ട് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അത് നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ നിങ്ങൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നുകൂടി അറിയാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഈ ടെസ്റ്റ് നടത്തുന്നത്. യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ശക്തിയാണോ ആ ശക്തിയോട് നിങ്ങൾക്ക് എത്ര വിശ്വാസമുണ്ടെന്നുള്ള ടെസ്റ്റും കൂടിയാണിത്. നമ്മുടെ പുതിയ വണ്ടികളിൽ നമ്പർ പ്ലേറ്റ് കിട്ടുന്നത് വരെ ഒട്ടിക്കുന്ന ടെമ്പററി രജിസ്ട്രേഷൻ സ്റ്റിക്കർ ഇല്ലേ, അതിന്റെ ആവശ്യം നമ്പർ പ്ലേറ്റ് കിട്ടുന്നത് വരെയല്ലേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ചില കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വരുന്നത്. അതൊരു പക്ഷെ വ്യക്തികളാവാം, വസ്തുക്കളാവാം, ജോലിയാകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. നമ്മുടെ വിശ്വാസം അറിയാനായിട്ട് യൂണിവേഴ്സ് നമ്മുടെ മുന്നിലേക്ക് ടെമ്പററി ആയിട്ട് നമ്മുടെ ആഗ്രഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യം കൊണ്ടുതരും. അതാണ് നമ്മൾ ആഗ്രഹിച്ചത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കും ആ കാര്യം നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. എന്നിട്ട് അത് നമ്മുടെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാതാക്കും. ആ സമയത്ത് യൂണിവേഴ്സിനെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ശക്തിയാണോ ആ ശക്തിയെ കുറ്റപ്പെടുത്താനോ ആഗ്രഹങ്ങളിൽ നിന്ന് പിന്മാറിപ്പോവാനോ പാടില്ല. ചിലപ്പോൾ ആ കാര്യങ്ങൾ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റുന്നത് നമ്മളിൽ എന്തെങ്കിലും ബിഹേവിയറൽ ചേഞ്ചസ് വരുത്താനും ആവാം. ആ ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്നും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബിഹേവിയറിൽ ചിലപ്പോൾ മാറ്റം വരുത്തേണ്ടതുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം യൂണിവേഴ്സ് അത്തരം ഒരു സാഹചര്യം ഒരുക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് ഏത് രീതിയിലാണോ നമ്മളിൽ നിന്ന് ആ കാര്യം എടുത്തു മാറ്റുന്നത് അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ നമ്മളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ നമ്മൾ ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞ് നമ്മൾ വിശ്വാസത്തോടു കൂടി നമ്മളുടെ മാനിഫെസ്റ്റേഷന് വേണ്ടി കാത്തിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആ മാനിഫെസ്റ്റേഷൻ നിങ്ങളെ തേടി എത്തുന്നതാണ്. നാലാമത്തേത്, മാനിഫെസ്റ്റേഷൻ നടക്കില്ല എന്ന് തോന്നിപ്പിക്കുന്നത്. അതായത് മാനിഫെസ്റ്റേഷൻ നടക്കുന്നു എന്നതിന്റെ ഒരു ലക്ഷണവും ഉണ്ടാവില്ല. സയൻസ് പോലും നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റാതെ വരും. മൊത്തം സ്റ്റക്കായി നിൽക്കുന്ന പോലെ അനുഭവപ്പെടും. ഇത് നമ്മുടെ ക്ഷമ നശിപ്പിക്കാറുണ്ടല്ലോ. ഇങ്ങനെ നമുക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ കാര്യം നടക്കില്ല എന്നൊക്കെ തോന്നിപ്പിക്കുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ ക്ഷമയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നടത്തുന്ന ഒരു ടെസ്റ്റാണ്. നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കില്ല എന്ന് നമുക്ക് തോന്നുന്ന സിറ്റുവേഷൻസിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ക്ഷമയോടുകൂടി കാത്തിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാനാകുന്നത് തുടർന്നു കൊണ്ടേയിരിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾ ഈ ടെസ്റ്റിൽ വിജയിക്കുള്ളൂ. ഇനി അഞ്ചാമത്തെ സൈൻ എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ ചെറുതായിട്ടുള്ള ആഗ്രഹം മാനിഫെസ്റ്റ് ആവും. അതായത് ഇപ്പൊ പേന ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ പെൻസിൽ കിട്ടുന്നത് പോലെ. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ പെൻസിലെങ്കിൽ പെൻസിൽ എന്ന് വിചാരിച്ച് അത് ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേന എന്നുള്ള ആഗ്രഹം അവിടെ മാനിഫെസ്റ്റ് ആവില്ല. എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്നത് കിട്ടിയാൽ നല്ലത്, അല്ലെങ്കിൽ കിട്ടുന്നത് മതി എന്ന് വിചാരിച്ചിട്ട് ഒതുങ്ങിപ്പോണ ചിലരുണ്ടാവില്ലേ, അതുപോലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആഗ്രഹം അത്ര സ്ട്രോങ് അല്ല, അല്ലെങ്കിൽ യൂണിവേഴ്സിനോടുള്ള വിശ്വാസവും അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസും കുറവാണ് എന്നതാണ് അതിനർത്ഥം. അപ്പൊ നമുക്ക് അത്രയും ആഗ്രഹമുള്ള ഒരു കാര്യമാണെന്നെങ്കിൽ നമുക്കത് തന്നെ നടക്കണം എന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. അതില്ലാത്ത എന്തെങ്കിലും ഒരു കോംപ്രമൈസ് നമ്മൾ ചെയ്യാൻ റെഡിയാവും. നമ്മൾ അതിനകത്ത് അഡമന്റ് ആയിട്ട് നമുക്ക് അത് തന്നെ വേണം എന്ന് വിചാരിച്ചിട്ട് ആ നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ നമ്മൾ നിൽക്കും അല്ലേ. അങ്ങനെ നമുക്ക് എത്രത്തോളം സ്ട്രോങ് ആണ് നമ്മളുടെ ആ ആഗ്രഹം എന്ന് പരീക്ഷിക്കുന്നതാണ് യൂണിവേഴ്സ് ഇത്തരത്തിൽ ഒരു ടെസ്റ്റ് വെക്കുന്നത്. സോ അതിൽ നിന്ന് പിന്മാറാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും യൂണിവേഴ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടത്തിത്തരും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.